എയർ ഫിൽട്ടർ ഇല്ലാതെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ വാഹനത്തിന്റെ എയർ ഫിൽട്ടർ മാറിയിട്ട് 4000 കിലോമീറ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ എത്രത്തോളം എയർ ഫിൽട്ടർ ഡേറ്റ് ആയി എന്ന് കാണിക്കാനും കൂടെ പോവുകയാണ്. അതിനു മുമ്പ് വീഡിയോ എടുക്കാമെന്ന ലൊക്കേഷൻ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഡ്രോണിലാണ് വിഷ്വൽസ് എടുത്തിരിക്കുന്നത്, കണ്ടോളുക. ഓക്കെ, നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എയർ ഫിൽട്ടർ ഇല്ലാതെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? എയർ ഫിൽട്ടർ ഇല്ലാതെ നമ്മുടെ വാഹനം ഓടിക്കാൻ പറ്റുമോ? എയർ ഫിൽട്ടർ ഇല്ലാതെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ വൃത്തിയുള്ള അന്തരീക്ഷമായിരിക്കണം. എയർ ഫിൽട്ടർ ഇല്ലാതെ നമുക്ക് വാഹനം ഓടിക്കാനും പറ്റും, പക്ഷേ വൃത്തിയുള്ള അന്തരീക്ഷമായിരിക്കണം. വീണ്ടും അപ്പോൾ ഈ എയർ ഫിൽട്ടറിന്റെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ ഫിൽട്ടർ ഇല്ലാതെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാഹനത്തിൻ്റെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ചെറിയൊരു ബാസ് കൂടിയ പോലുള്ള രീതിയിലുള്ള സൗണ്ട്, ആ ഒരു സൗണ്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ സൗണ്ട് കുറയ്ക്കുന്നതിൽ സൈലൻസറിന് മാത്രമല്ല എയർ ഫിൽറ്ററിനും ധർമ്മമുണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ വെള്ളം കെട്ടിക്കൂടെ നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ വാഹനം ഓഫായി പോകുന്നു എന്ന് പറയാറുണ്ടല്ലോ. അതിൻ്റെ കാരണം ഇതാണ്. വെള്ളക്കെട്ട് ഈ ഒരു എയർ ഫിൽറ്റർ ഇരിക്കുന്ന ആ ഒരു ലെവലിൽ കൂടുതൽ വരുമ്പോഴാണ് വാഹനം ഓഫായി പോകുന്നത്. കാരണം ഇതാണ്. എയർ ഫിൽറ്ററിൻ്റെ കേസിനേക്കാളും മുകളിൽ വെള്ളം എത്തുമ്പോൾ ഈ ഒരു എയർ ഫിൽറ്ററിനുള്ളിൽ വെള്ളം കയറുന്നു. അങ്ങനെ ആ ഒരു ഹോള് വഴി എഞ്ചിനുള്ളിലേക്ക് വെള്ളം കയറി വാഹനത്തിനുള്ളിലെ ഫ്യൂവല് കത്തുന്ന ആ ഒരു പ്രവർത്തനം നിശ്ചലമാകുന്നു. അങ്ങനെ വാഹനം ഓഫ് ആകുന്നു. മഴക്കാലത്ത് ഒരു കാരണവശാലും വെള്ളക്കെട്ടിൽ കൂടെ വാഹനം ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ വാഹനത്തിന്റെ എയർ ഫിൽറ്റർ മാറുമ്പോൾ ഈ എയർ ഫിൽറ്ററിന്റെ കേസും കൂടെ വൃത്തിയാക്കുക. കണ്ടില്ലേ, ഈ ഒരു കേസിലും പൊടി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ മാത്രം മാറിയാൽ പോരാ, ഈ ഒരു കേസ് ക്ലീൻ ചെയ്യാനും മറക്കരുത്.